ഒമാനിൽ ഇതുവരെ വേതന സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തത് 98,922 സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ. ഇതിൽ 24,943 സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ സംവിധാനത്തിലൂടെ വേതന വിതരണം പൂർത്തിയാക്കിയത്. WPS ചട്ടങ്ങൾ പാലിക്കാതിരുന്നാൽ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ബാങ്കുകൾ വഴിയോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളിയുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളോടും രജിസ്റ്റർ ചെയ്യാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യ മേഖലയിൽ ഇതുവരെ 98,922 സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 24,943 എണ്ണം മാത്രമേ ഇതുവഴി വേതന വിതരണം നടത്തുന്നുള്ളൂ. സർവീസ് സസ്പെൻഷനും പിഴകളും ഒഴിവാക്കാൻ എല്ലാ ബിസിനസ് ഉടമകളോടും WPS വഴി ശമ്പള വിതരണം നടത്തണമെന്ന് തൊഴിൽ മന്ത്രാലയം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചട്ടങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ WPS വഴി ശമ്പളം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നുണ്ട്. നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി തൊഴിലാളികൾക്ക് 3 ദിവസത്തിനുള്ളിൽ ബാങ്കുകൾ വഴി ശമ്പളം കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ 7 ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് നിരീക്ഷിക്കുക, കരാറിൽ സംബന്ധിച്ചതുപോലെ തൊഴിലുടമകൾ കൃത്യസമയത്ത് വേതനം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് WPSലൂടെ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 മസ്കറ്റ്.